ഏറ്റവും കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്തൊരു പോർക്ക് റോസ്റ്റ് കണ്ടാലോ? അടികട്ടിയുള്ള ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ ചുവന്നുള്ളിയും ഉപ്പും ചേർത്തിളക്കി ചുവന്നുള്ളി ഗോൾഡൻ ബ്രൗൺ കളറായി വരുമ്പോൾ ചതച്ച മുളകും വേപ്പിലയും ചേർത്ത് ചതച്ച മുളകിൻ്റെ പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുക്കണം. ഇനി കഴുകി വാരി വെച്ച പോർക്കും ഉപ്പും ചേർത്തിളക്കി അടച്ചു വെച്ച് വേവിക്കാം. പോർക്ക് വെന്തോന്നറിയാൻ ഒരു നെയ് പീസ് എടുത്ത് മുറിച്ച് നോക്കാം. സ്മൂത്തായിട്ട് മുറിഞ്ഞു പോരുന്നുണ്ടെങ്കിൽ വെന്തിട്ടുണ്ട്. പോർക്ക് മുക്കാൽ ഭാഗത്തോളം വെന്ത് കഴിഞ്ഞാൽ പിന്നെ തുറന്ന് വെച്ച് വെള്ളം വറ്റിച്ച് വരട്ടിയെടുക്കണം. പോർക്കിൽ നിന്ന് ഒത്തിരി നെയ്യ് ഉരുകി വന്നാൽ വെള്ളവും നെയ്യും കൂടെ വറ്റി വരാനായിട്ട് ടൈം എടുക്കും. അതുകൊണ്ട് കഷ്ണങ്ങൾ പതിയെ അരികിലേക്ക് മാറ്റി വെച്ച് ഊറി വരുന്ന നെയ്യ് കുരി മാറ്റിയാൽ പെട്ടെന്ന് വരട്ടിയെടുക്കാം. ഈ നെയ്യ് പിന്നെ ചക്കയോ കപ്പയോ ഒക്കെ വേവിക്കുമ്പോൾ ചേർത്ത് കൊടുത്താൽ അടിപൊളിയായിരിക്കും. ഇൻഗ്രീഡിയൻസ് കുറവാണെങ്കിൽ ഒരു 3/4 മണിക്കൂറോളം കുക്കിംഗ് ടൈം എടുക്കും. പക്ഷേ അവസാനം ചോറിൻ്റെ സൈഡിൽ കുറച്ച് പോർക്കിട്ട് സ്ലോ കുക്ക് ചെയ്ത് ചുവന്നുള്ളിയുടെയും ചതച്ച മുളകിൻ്റെ ഒക്കെ ടേസ്റ്റ് ഇറങ്ങിയ പോർക്കൊരു പീസും കൂടെ കൂട്ടി ഒരു ഉരുളയെടുത്ത് വായിലേക്ക് വെക്കുമ്പോൾ മനസ്സിൽ തോന്നും, വാവ്, ഇറ്റ് വാസ് വർത്ത് എന്ന്.